നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോഴും പല ആളുകൾക്കും ഡൗട്ട് ഉണ്ട്. കാരണം തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഡൗട്ടൊക്കെ സ്വാഭാവികമാണ്. കഴുത്തിൻ്റെ ഇറക്കം കുറയുമ്പോൾ അല്ലെങ്കിൽ ഇത്ര ഇഞ്ച് കഴുത്ത് വരുമ്പോൾ എത്ര ഇഞ്ച് ഷോൾഡർ കൊടുക്കുന്നത്, അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഈ നെക്ക് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള നെക്കും കൂടിയാണ് കേട്ടോ. നമ്മളിതാ താഴെ അരയിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തിട്ട് തയ്യൽ തുമ്പിന് ശേഷം ഇവിടെ 13.5 ഇഞ്ചാണ് ബ്ലൗസിൻ്റെ ഇറക്കം വരുന്നത്, ബാക്ക് പാർട്ടാണ്. അതിനുശേഷം ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇനി എങ്ങനെയാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ ബോഡിയിൽ നിന്ന് കൃത്യമായിട്ട് എടുത്തിട്ടുള്ള ഷോൾഡർ 15.4 ഷോൾഡർ എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടുള്ളവർ കാണുക, കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി കേട്ടോ, എന്നാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. അപ്പം നമുക്ക് ബാക്ക് നെക്കിൻ്റെ ഇറക്കം 3 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 3 ഇഞ്ചിനാവുമ്പോൾ നമ്മൾ 3നെ 2.5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 ഹരിക്കണം 2.5 വരുമ്പോൾ നമുക്ക് 1.2 അതായത് ഒരു 1.25 ഇഞ്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഷോൾഡറിൽ നിന്നും കുറയ്ക്കേണ്ടത്. നമ്മുടെ കഴുത്ത് അത്രയും വിരിഞ്ഞു കൊടുക്കുള്ളൂ. ഓക്കെ, കാരണം 3 ഇഞ്ചല്ലേ കഴുത്തിൻ്റെ ഇറക്കം വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ 15.25 അതായത് 15.4 കേട്ടോ. 1.2 കുറയ്ക്കുമ്പോൾ നമുക്ക് 14 കിട്ടുന്നത്. 14ൻ്റെ പകുതി 7. 14 എന്ന് പറയുന്നത് നമുക്ക് തയ്യൽ തുമ്പ് അടക്കം മൊത്തത്തിൽ വേണ്ട ഷോൾഡറാണ്. നമ്മളൊരു പകുതി ഇട്ടിട്ടല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 7 ഇഞ്ച് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ഈ 7 ഇഞ്ചിൻ്റെ കൂടെ നമ്മൾ ഒരു കാരണവശാലും തയ്യൽ തുമ്പ് 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ ഒന്നും ആഡ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിവിടെ ഷോൾഡർ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഷോൾഡർ 7 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മളിവിടെ ആം ഹോളിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ആം ഹോൾ എത്രയാണെന്ന് കൃത്യമായിട്ട് അറിയില്ല. നമ്മൾ ഏകദേശം ഇവിടെ ഒരു 6.25 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. തയ്യൽ തുമ്പ് അടക്കമാണ് കേട്ടോ. മുകളിലുള്ള ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് അടക്കം നമ്മൾ 6.25 ഇഞ്ച് മാർക്ക് ചെയ്തു. ആം ഹോളിൻ്റെ ലെങ്ത്താണ് താഴേക്ക് വരയ്ക്കുന്ന ആ ഒരു സ്ക്വയർ ഷേപ്പിൻ്റെ ലെങ്ത്താണ്. അതിനുശേഷം നമ്മളവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ആം ഹോൾ മാർക്ക് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ വേണ്ടത് ചെസ്റ്റിൻ്റെ അളവാണ്. ഇതാണ് നമ്മുടെ ചെസ്റ്റ് ലൈൻ വരുന്നത്. നമ്മൾ തയ്ക്കാൻ നേരത്തെ ഈ ഒരു ലൈനൊന്നും മാർക്ക് ചെയ്യേണ്ട കാര്യമില്ല, ഞാൻ ജസ്റ്റ് അറിയാൻ വേണ്ടി കാട്ടിത്തരുന്നേ ഉള്ളൂ കേട്ടോ. മുകളിൽ നമ്മൾ 7 മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് എത്ര ഇഞ്ചാണ് ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതെന്ന് നോക്കാം. 33.5 അതായത് 33.5 ഇഞ്ചാണ്. അതിൻ്റെ 4 ഭാഗം, കാരണം നമ്മൾ 4 ആക്കിയിട്ടാണല്ലോ മടക്കിയിടുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം എന്ന് പറയുന്നത് 8.1 അതായത് 8.375 നമ്മളത് കാൽക്കുലേറ്ററിൽ ഹരിക്കുമ്പോഴാണ് കേട്ടോ അങ്ങനെ വരുന്നത്. അതിൻ്റെ കൂടെ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് നമ്മളൊരു 3/4 ഇഞ്ച് അതായത് 0.75 3/4 ഇഞ്ചും കൂടെ ലൂസ് ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 9.125 അതായത് ഈ 125 എന്ന് പറയുന്നത് 9.1 കണക്കാക്കിയാൽ മതി. നമ്മൾ ആ ഒരു ചെറിയൊരു പോയിന്റ് പോലും നമ്മൾ വിട്ട് കളയരുത് കേട്ടോ. അപ്പോൾ അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം തയ്യൽ തുമ്പും കൂടെ ചേർത്തിട്ട് ഈ ആം ഹോൾ ലെങ്ത്തിൻ്റെ പകുതി കണക്കാക്കുക. കാരണം പലർക്കും സംശയമാണല്ലേ ഈ ഭാഗത്തെ കർവ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ചില ആൾക്കാർ ഈ ഒരു ബോക്സിൻ്റെ സൈഡിൽ നിന്ന് 1 ഇഞ്ചോ 1.5 ഇഞ്ച് വിട്ടിട്ടൊക്കെ ചെയ്യും. അത് എത്രമാത്രം വർക്കാവുമെന്ന് എനിക്കറിയില്ല. നമ്മളിതാ ഇതുപോലെ ചെയ്താൽ മതി. ഇതിൻ്റെ പകുതി കാണുക. പകുതി കണ്ടതിന് ശേഷം നമ്മുടെ ആം ഹോൾ കർവ് വെച്ചിട്ട് ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മളിതാ ഇതുപോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുകയാണ് ചെയ്യണത്. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയിൽ നിന്ന് എത്ര ഇഞ്ചാണോ ആം ഹോൾ കിട്ടിയിട്ടുള്ളതെന്ന് നോക്കണം. അപ്പോൾ ഈ ഭാഗത്തുകൂടെയാണ് നമ്മൾ ആ എടുത്തിട്ടുള്ള ആം ഹോൾ അളന്ന് നോക്കണ്ടേ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ 1/2 ഇഞ്ച് വിട്ടേക്കാണ്. കാരണം 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് പോവില്ലേ. നമുക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 14.25 ഇഞ്ചാണ്. പ്ലസ് നമ്മൾ ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് 1 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്യും. അതിനെ നമ്മൾ എന്ത് ചെയ്യും, 2 ഭാഗിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ പകുതി, കാരണം ഒരു സൈഡാണല്ലോ നമുക്കിവിടെ ആം ഹോൾ വേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 14.25 + 1 അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 7.1 കിട്ടുന്നത്. ഈ 7.8 എന്ന് പറയുമ്പോൾ നമുക്ക് 7.1 മാർക്ക് ചെയ്താൽ മതി ടേപ്പിനകത്ത്. അത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ നോക്കണം. കണ്ടോ, കറക്റ്റായിട്ട് നമുക്ക് 7.1 തന്നെ കിട്ടുന്നുണ്ട്. 8 തികച്ച് വരുന്നില്ല, അതിന് മുൻപിലാണ് നമുക്കത് വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മെഷർമെൻറ്റ് കിട്ടുന്നുണ്ടോ നോക്കണം. എന്തെങ്കിലും കാരണവശാൽ കുറഞ്ഞു പോയാൽ ആം ഹോൾ ഡെപ്ത് കുറയ്ക്കുക, ആം ഹോൾ ഡെപ്ത് കൂട്ടിയെടുക്കുക. കുറഞ്ഞു പോയാൽ കേട്ടോ, കൂടിപ്പോയാൽ ഡെപ്ത് കുറച്ചെടുത്ത് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്താൽ മതി. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ ഭാഗമാണ്. അത് നമുക്ക് 28.5 ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. അതിൻ്റെ 4 ഭാഗം നമ്മൾ മാർക്ക് ചെയ്യുക. അതിനകത്ത് ഒരു കാരണവശാലും നമ്മൾ സാരി ബ്ലൗസ് ആയതുകൊണ്ട് ലൂസ് ആഡ് ചെയ്യരുത് കേട്ടോ. കാരണം ആ ഭാഗത്ത് നമുക്ക് ഇങ്ങനെ താഴെ ബ്ലൗസിൻ്റെ ഏറ്റവും താഴെ നല്ല ടൈറ്റ് ആയിട്ട് ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇങ്ങനെ പൊന്തി നിൽക്കും. ബാക്കിൽ പൊന്തി നിൽക്കുന്നതിൻ്റെ മെയിൻ കാരണം അതാണ്, നമുക്ക് ലൂസ് വരുന്നതാണ്. അപ്പോൾ സാരി എടുത്ത് കഴിയുമ്പോൾ സാരിയും കറക്റ്റായിട്ട് നമുക്ക് നിൽക്കില്ല. അതുപോലെ തന്നെ ഇതിങ്ങനെ പൊന്തി നിൽക്കുമ്പോൾ കാണാനും ഒരു ഭംഗി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ കറക്റ്റ് അളവ് തന്നെ ഇവിടെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ ടക്ക് കൊടുക്കുന്നുണ്ട്. ടക്ക് കൊടുക്കാനായിട്ട് എത്രയാണോ ബോഡിയുടെ വണ്ണം താഴെ വന്നിരിക്കുന്നത് അതിൻ്റെ പകുതി മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ബ്രസ്റ്റ് സൈസ് എത്രയാണ് കിട്ടിയിട്ടുള്ളത് നോക്കാം. ഇവിടെ നമുക്ക് 35.25 അപ്പോൾ നമുക്കൊരു
35.25 വന്നതുകൊണ്ട് 3.5.1 നമുക്കിവിടെ മാർക്ക് ചെയ്യാം. അതാണ് നമ്മുടെ ടക്കിൻ്റെ ലെങ്ത് ആയിട്ട് കൊടുക്കേണ്ടത്. 1 ഇഞ്ച് നമ്മൾ എന്ത് ചെയ്യാണ്, ടക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ 1/2 ഇഞ്ച് അപ്പുറത്തോട്ടും ഈ ലൈനിൻ്റെ അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും നമ്മൾ എന്ത് ചെയ്യണം, 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ടക്കൊക്കെ മാർക്ക് ചെയ്യാനൊക്കെ ആയിട്ടും അതിൻ്റെ കാൽക്കുലേഷനൊക്കെ എളുപ്പമാണ്. പക്ഷേ കാൽക്കുലേഷൻ ഇല്ലാതെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യുക, ഇവിടെ നമുക്കിങ്ങനെ ടക്ക് പിടിച്ചു പോകുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. നമുക്കിവിടെ 7.1 വേണം. ഇവിടെ 3, ഇവിടെ 3, ഇവിടെ 6 ഉള്ളൂ. അപ്പം നമുക്ക് എന്ത് വേണം, ഇവിടെ 3.1 ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ 6.1 ഉള്ളൂ. അപ്പം നമ്മൾ ടക്ക് പിടിക്കുന്ന കാരണമാണ് നമുക്കത് മാറ്റം വരുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കറക്റ്റ് അളവിൻ്റെ അപ്പുറത്ത് 1 ഇഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ട് ചെസ്റ്റ് ലൈനും ആ ഒരു താഴെയുള്ള പോയിന്റും കൂടി നമ്മൾ എന്ത് ചെയ്തു, ലൈൻ വരച്ച് കൊടുത്തു. അതിലൂടെയാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത്. അതിനുശേഷം നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുകയാണ്. ശരിക്കും ഒരു 1.5 ഇഞ്ചൊക്കെ കൊടുത്താൽ മതി. തുടക്കക്കാരാകുമ്പോൾ നിർബന്ധമായിട്ടും 2 ഇഞ്ച് കൊടുത്ത് തന്നെ പഠിക്കുക. നമുക്ക് ഓക്കെ ആയി, നമ്മൾ നന്നായി തയ്ച്ചെടുക്കുന്നുണ്ട്, കട്ടിങ്ങിനൊന്നും വ്യത്യാസം വരുന്നില്ലെങ്കിൽ മാത്രം 1.5 ഇഞ്ച് കൊടുത്താൽ മതി. തുടക്കത്തിൽ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കുഴപ്പവും വരാൻ പോകുന്നില്ല. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, നെക്ക് മാർക്ക് ചെയ്യാണ്. ഈ നെക്കിൽ നമുക്കറിയാം അല്ലേ, ഇതിൻ്റെ പ്രത്യേകത എന്താണ്, ഒരു 3 ഇഞ്ചിൻ്റെ കഴുത്ത്, അതിന് താഴെ നമുക്കൊരു 5 ഇഞ്ചിലൊരു ഹോള്, അതായത് ഒരു എന്താ പറയുക, ഒരു ചെറിയൊരു ഹോളാണല്ലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഹോളിനെ നമ്മൾ കണക്കിലെടുക്കേ വേണ്ട. കാരണം നമ്മുടെ നെക്കിൻ്റെ ഇറക്കം എത്രയാണോ അത് മാത്രം ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ 3 ഇഞ്ചല്ലേ, ആ 3 ഇഞ്ചിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ 2.25 ഇഞ്ചാണ് നമ്മൾ നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തേണ്ടത്. കാരണം നമ്മൾ തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ടാണേ. കാരണം തയ്ച്ചു പോകുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 3 ഇഞ്ച് തന്നെ കിട്ടും. ഇവിടെ നമുക്ക് കഴുത്തിൻ്റെ അകലം എന്ന് പറയുന്നത് നമ്മൾ എത്ര എടുത്തിട്ടുള്ളത്, 4.25 കാരണം കഴുത്തിന് കുറച്ച് നമ്മൾ വിരിവ് കൊടുത്തിട്ട് ബോട്ട് നെക്കാണ് ചെയ്യുന്നത് അല്ലേ. അപ്പം നമ്മളിവിടെ ഒരു 4.25 ഇഞ്ച് കൊടുത്തു. കഴുത്തിൻ്റെ അകലം 4.25 ഇഞ്ച്. 4.25 ഇഞ്ച് കൊടുക്കുമ്പോൾ തയ്ച്ച് വരുമ്പോൾ നമുക്ക് 4.5 ഇഞ്ച് കിട്ടും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എത്ര ഇഞ്ചുണ്ടോ, നമ്മൾ ക്യാൻവാസിനകത്തല്ല ക്രോസ് ആണ് വെക്കുന്നത്. അപ്പോൾ എത്ര ഇഞ്ചുണ്ടോ അതിൽ നിന്നൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കുറച്ച് വേണം നമ്മൾ ഇറക്കം മാർക്ക് ചെയ്യാനും കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാനും. ഒരു കാരണവശാലും മറന്നു പോകരുത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ കിട്ടില്ല. കാരണം 1/4 ഇഞ്ചും നമുക്ക് നല്ല വ്യത്യാസം കാണിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതാ ഈ ഭാഗത്താണ് നമ്മൾ ആ കർവ് ഷേപ്പ് കൊടുത്തില്ലേ, അതിന് ശേഷം ഈ ഭാഗത്താണ് നമ്മൾ ഹോള് കൊടുക്കുന്നത്. അത് നമുക്ക് ക്യാൻവാസിനകത്ത് ചെയ്യാം, എന്നാലാണ് അതിൻ്റെ ഒരു നീറ്റ്നെസ് കിട്ടുള്ളൂ, നല്ല ഭംഗിയിൽ. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാം അല്ലേ. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഭാഗത്തിന് തിരിച്ചിടുവാണ് ചെയ്യണത്. ഓക്കെ, കാരണം നമുക്ക് ഫ്രണ്ടിൽ ഓപ്പൺ ആണ് അല്ലേ. അപ്പോൾ ഈ ഓപ്പൺ ഭാഗത്ത് നമുക്കൊരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. ഇതെന്തിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹുക്ക് വെക്കാനൊക്കെ നമ്മൾ ഒരു പീസ് വെച്ച് തയ്ക്കൂലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു തയ്യൽ തുമ്പ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, തയ്യൽ തുമ്പ് കൊടുക്കാതെ നമ്മൾ ബാക്ക് പാർട്ട് വെച്ച് അളവെടുത്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തയ്ച്ചു വരുമ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അകലം ഉണ്ടല്ലോ, ഷോൾഡറിൻ്റെ അവിടെ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഫ്രണ്ടിലെ കഴുത്ത് ഭാഗം ഒതുങ്ങി പോകും, വല്ലാതെ ഒരു ഷേപ്പില്ലാത്തൊരവസ്ഥയാവും. കാരണം ഒരു സൈഡിൽ നിന്ന് 1/4 ഇഞ്ച് മൊത്തത്തിൽ കഴുത്തിൻ്റെ 1/2 ഇഞ്ച് 2 സൈഡിൽ നിന്നും കൂടെ പോകും. അപ്പോൾ അതിൻ്റെ ഭംഗി കിട്ടില്ല. അപ്പോൾ തയ്യൽ തുമ്പ് ഇടാൻ മറക്കരുത്. അതിനുശേഷം നമ്മൾ ബാക്ക് പാർട്ട് വെച്ചിട്ട് തന്നെ ഷോൾഡർ മാർക്ക് ചെയ്തെടുക്കുക, ആം ഹോൾ മാർക്ക് ചെയ്തെടുക്കുക, കഴുത്തിൻ്റെ അകലം കറക്റ്റ് ആണെന്ന് കൺഫേം ചെയ്യാം. കാരണം നമ്മൾ ഇട്ട് വരുമ്പോൾ ഇതിപ്പോൾ കറക്റ്റാണ്. നമ്മളിപ്പോൾ തുടക്കക്കാരൊക്കെ ആകുമ്പോൾ ഇട്ട് വരുമ്പോൾ നമുക്ക് കൃത്യമായിക്കൊള്ളണമെന്നൊന്നുമില്ല. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിൽ നമ്മൾ മെഷർമെൻ്റൊക്കെ ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നല്ല വൃത്തിയായിട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഫ്രണ്ടിൽ ആം ഹോൾ എടുക്കാനായിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഷോൾഡറിൻ്റെ അകലവും ആം ഹോളിൻ്റെ ലെങ്ത്തൊക്കെ ഒന്ന് മാർക്ക് ചെയ്തു. നമ്മൾ ബാക്ക് പാർട്ട് വെച്ച് വരച്ചിരിക്കുന്നത് കറക്റ്റ് തന്നെയാണ്, എന്നാലും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ്. കണ്ടോ, കറക്റ്റായിട്ട് തന്നെ വന്നില്ലേ. അതിന് ശേഷം നമുക്കിവിടെ ആം ഹോൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കഴുത്തിന് അകലം കുറവായതുകൊണ്ട് കഴുത്തിൻ്റെ ഇറക്കം കുറവായതുകൊണ്ട് നമ്മൾ ഷോൾഡർ കൂടുതൽ എടുത്തു അല്ലേ. നമ്മൾ സാധാരണ രീതിയിൽ ആം ഹോൾ കുഴിച്ചു വിട്ട് 1/2 ഇഞ്ചാണ്. ഷോൾഡർ കൂടുതൽ നമുക്ക് ബാക്ക് പാർട്ടിന് ഷോൾഡർ കൂടുതൽ എടുത്തിട്ടുള്ളത് കൊണ്ട് ഫ്രണ്ട് പാർട്ടിലെ ആം ഹോൾ നമുക്കൊരു 3/4 ഇഞ്ചെങ്കിലും കുഴിച്ചു വെട്ടേണ്ടത് അത്യാവശ്യമാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആം ഹോളിൻ്റെ അവിടെ ചുളിവ് വരും, തുണി അധികമായിട്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിലെ നെക്ക് എന്ന് പറയുന്നത് കുറച്ച് നമ്മൾ ഡീപ്പ് നെക്കാണ് കൊടുക്കുന്നത്. അതൊരു സ്ക്വയർ ഷേപ്പാണ് കൊടുക്കണത്. ഓക്കെ, ചിലർ ചോദിക്കും ബാക്ക് പാർട്ട് ബോട്ട് നെക്കും ഫ്രണ്ടിൽ ഡീപ്പ് നെക്കും കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാവുമെന്ന്. ഒരു കുഴപ്പമില്ല കേട്ടോ. നമ്മളിവിടെ ഒരു 6 ഇഞ്ചാണ് നമുക്ക് കഴുത്തിൻ്റെ ഇറക്കം വേണ്ടത്. നമ്മൾ 5.25 ഇഞ്ച് തയ്യൽ തുമ്പ് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്തു. സ്ക്വയർ ആണ്, നമ്മൾ ഇതിൽ കട്ട് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. നമ്മൾ 1/2 ഇഞ്ച് നമ്മുടെ സ്ക്വയറിനൊക്കെ അതിൻ്റെ ഉള്ളിലോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. 1/2 അല്ലെങ്കിൽ 1/4 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. ഇവിടെ നമുക്കൊന്ന് ഒതുക്കി കൊടുക്കാനായിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളിത് വരച്ചെടുക്കാം. ഇതാണ് നമ്മുടെ ബ്രസ്റ്റ് പോയിന്റിൻ്റെ അവിടെ വരുന്ന നമ്മുടെ ലെങ്ത് ഉണ്ടല്ലോ, അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് ബ്രസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കാം. പിന്നെ നമുക്ക് ബ്രസ്റ്റ് ലൈൻ വരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്.
അതായത് അവിടുത്തെ മെഷർമെൻറ്റ്, ബ്രസ്റ്റിൻ്റെ അവിടുത്തെ മെഷർമെൻറ്റ് നമുക്ക് ബോഡിയിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് 35.25. നമ്മൾ അതിനെ 4 ഭാഗം കാണാം. പ്ലസ് നമുക്ക് തയ്ക്കാനായിട്ട് തയ്യൽ തുമ്പ് നമുക്കൊരു 1/4 ഇഞ്ചും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കൂടാതെ നമ്മളൊരു കാര്യം കൂടി എപ്പോഴും നമ്മൾ പറയുന്നതാണ്, നമുക്ക് ടക്കിൻ്റെ അവിടുത്തെ നമ്മൾ പിടിക്കുന്നുണ്ടല്ലേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈനിങ് ഉള്ള ബ്ലൗസ് ആയതുകൊണ്ട് ഒരു 1/4 ഇഞ്ചും കൂടെ നമ്മൾ ടക്കിന് വേണ്ടി ലൂസ് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ടക്കിൻ്റെ അവിടെ പതിഞ്ഞിരിക്കും. നമുക്ക് ഈ ലൂസ് കൊടുത്തപ്പോൾ കിട്ടിയത് 9.685 എന്നാണ്, അതായത് 9.1 അതിൻ്റെ കൂടെ നമുക്ക് ടക്കിന് വേണ്ടിയിട്ട് ഒരു 1/4 ഇഞ്ച് കൊടുക്കണം. അത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ടിലെ ഭാഗം, നമുക്ക് ബ്രസ്റ്റിൻ്റെ ഭാഗമൊക്കെ പതിഞ്ഞിരിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, നമുക്കിനി ടക്കിൻ്റെ അകലം എന്ന് പറയുന്നത് 35.25 ആയതുകൊണ്ട് നമ്മൾ അതിനെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക? 3.1 കിട്ടുക. അത് നമ്മളെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഏത് അളവ് വന്നാലും 3.1 അല്ല, നമ്മുടെ ബ്രസ്റ്റിൻ്റെ അവിടുത്തെ അളവും കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. ടക്കിൻ്റെ ഇറക്കം എന്ന് പറയുന്നത് നമുക്ക് എത്ര ഇഞ്ചാണോ ടക്കിൻ്റെ അകലം വന്നിരിക്കുന്നത് അതിൽ നിന്നൊരു 1/4 ഇഞ്ച് കുറച്ചാൽ മതി. ഇവിടെ ഇപ്പം 3.1 കിട്ടിയതുകൊണ്ട് നമ്മളിവിടെ 3.4.1 കൊടുക്കും. ഇപ്പോൾ 4 കിട്ടിയെന്നുണ്ടെങ്കിൽ 3.25 കൊടുക്കുക, അത്രേ ഉള്ളൂ. ഒരു 1/4 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് കൊടുത്താൽ മതി. വേറെ തയ്യൽ തുമ്പ് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. ഇവിടെ നമുക്കിത് അളവ് അടയാളപ്പെടുത്താം. 9.1 പ്ലസ് നമ്മളൊരു ലൈനിങ് ബ്ലൗസ് ആയതുകൊണ്ട് 1/4 ഇഞ്ചും കൂടെ നമ്മൾ ലൂസ് ടക്കിന് വേണ്ടിയിട്ടാണ് കേട്ടോ ആ 1/4 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് ലൈനിൻ്റെ അവിടുത്തെ മാർക്കിങ്ങും ബ്രസ്റ്റ് ലൈനിൻ്റെ അവിടുത്തെ മാർക്കിങ്ങും കൂടെ ടക്ക് ലൈനിലോട്ട് നമുക്ക് ഏത് ഷേപ്പിലാണോ കിട്ടുന്നത് അത് തന്നെ വരച്ചു കൊടുക്കുക. ഒരിക്കലും നമ്മൾ കറക്റ്റ് ആ മാർക്കിങ്ങിൻ്റെ അവിടെയല്ല, അതാ കണ്ടോ, രണ്ടാമത് മാർക്ക് ചെയ്തിട്ടുള്ള ഇവിടെ നിന്നാണ് വരച്ചു കൊടുക്കേണ്ടത്. അതിനുശേഷം നമുക്കതാ നമ്മുടെ ടക്ക് ലൈനിൻ്റെ മാർക്കിങ് ഒന്ന് അളന്ന് നോക്കാം. ഇവിടെ 11.5 ഇഞ്ചാണ്. 11.5 ഇഞ്ചാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമ്മുടെ ബാക്ക് പാർട്ട് എത്രയായിരുന്നു താഴെ വന്നിരുന്നത്? 7.1. അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം. നമുക്കിവിടെ 4.1 കിട്ടിയത്. അപ്പോൾ നമുക്ക് 4 കണക്കാക്കാം. അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 2 ഇഞ്ചാണ്. 2 സൈഡിലും കൊടുത്തു. എങ്ങനെയാണ് കൊടുത്തതെന്ന് കണ്ടല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ 1-2 വട്ടം നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കാണാം. നമുക്ക് ഒറ്റ പ്രാവശ്യം കണ്ടുകൊണ്ടൊന്നും മനസ്സിലാവുമൊന്നുമില്ല. കാരണം നമ്മളത് ഒരുപാട് വട്ടം കണ്ടും കേട്ടും ചെയ്തും പഠിച്ചാൽ മാത്രമാണ് നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഈ ടക്കിനെ എപ്പോഴും ഈ ഒരു ഷേപ്പിൽ വേണം തയ്ച്ചെടുക്കാൻ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിലെ ഭാഗം നമുക്ക് ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കും. അത് കാണാനും ഇട്ടാലും നമുക്കൊരു ഭംഗി ഉണ്ടാവില്ല. നമ്മൾ പലരും ഇട്ടിട്ടും അല്ലെങ്കിൽ നമ്മൾ തയ്ച്ചു കൊടുത്തിട്ടൊക്കെ കണ്ട് നമുക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, ഇനി നമുക്കത് അവിടെ ടക്ക് ലൈൻ എത്രയാണ്? 3.4.1 കിട്ടിയത് അല്ലേ. അപ്പം അതിൻ്റെ പകുതി എന്ന് പറയണത് 1.1 നമുക്ക് 1.1 അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ എഴുതി വെക്കാം. 3.4.1 അതിൻ്റെ പകുതി എന്ന് പറയുന്നത് 1.1 അതിൽ നിന്ന് 1/4 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ഈ ഭാഗത്തെ കട്ടിങ് മാർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ 1/4 ഇഞ്ച് കുറച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഇവിടെയും നമ്മൾ അത്ര തന്നെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് സ്കെയിൽ വെച്ചിട്ട് ഈ ഒരു ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന ഭാഗവും ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമ്മളിതാ ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗവും മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളത്? ഇനി നമുക്ക് കട്ടിങ് മാർക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റുള്ള 3 ടക്കും കൂടെ നമ്മളിവിടെ മാർക്ക് ചെയ്യണം. ഇവിടെ 1.5 ഇഞ്ച്, ഇങ്ങോട്ട് 1.5 ഇഞ്ച് നമ്മൾ അകലം ഇട്ട് കൊടുത്തു. ആം ഹോളിൻ്റെ അടുത്ത ടക്കിൻ്റെ അകലം എന്ന് പറയുന്നത് 2 ഇഞ്ചാണ് ബ്രസ്റ്റ് പോയിന്റിൽ നിന്ന് കേട്ടോ. അതിനുശേഷം ഈ ഭാഗത്ത് ടക്ക് മാർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 1/2 ഇഞ്ച് മുകളിലോട്ട് നമ്മൾ ആ ടക്ക് മാർക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഇവിടെയും നമ്മൾ 1/2 ഇഞ്ച് ടക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെയും കറക്റ്റായിട്ട് നമ്മൾ ടക്ക് മാർക്ക് ചെയ്തെടുത്തു. നമ്മളിങ്ങനെയാണ് തയ്ച്ച് എടുക്കുന്നത്. തയ്ക്കാൻ നേരത്ത് നമ്മൾ എങ്ങനെയാണ് ടക്ക് പിടിക്കുന്നതെന്നാണ് നമ്മൾ കാണിച്ചത് കേട്ടോ. ഇനി നമുക്ക് കട്ടിങ് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടെ നമ്മളൊരു 7.1 മാർക്ക് ചെയ്തു. മുകളിൽ ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ 1/2 ഇഞ്ചും കൂടെ കൂട്ടുക. അത് നമുക്ക് 7.1 നമ്മളിവിടെ മാർക്ക് ചെയ്യാണ്. ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാനാണ് ഇവിടെ നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്തത്. കണ്ടോ, ഇവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തു. അതിനുശേഷം ഈ കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് അത് നമുക്ക് അറിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഏകദേശം വെച്ച് ചെയ്യരുത്. ബാക്ക് പാർട്ട് എടുക്കുക. ഈ ഒരു ഭാഗം നമ്മൾ മെഷർമെൻ്റ് എടുത്ത് നോക്കുക. ഇവിടെ നമുക്ക് എത്രയാണോ കിട്ടിയിട്ടുള്ളത് അത് നമ്മൾ എടുത്ത് നോക്കുക. നമുക്കിവിടെ എത്ര കിട്ടിയത്? 7.25 ഇഞ്ചാണ് കിട്ടിയത്. അതിനുശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗം കൂടെ സ്റ്റിച്ച് ചെയ്യുന്ന ഈ ഭാഗം കൂടി എടുത്ത് നോക്കുക. ഇവിടെ നമുക്ക് 5.25 കിട്ടിയത്. പക്ഷെ 5.25 തന്നെ നമുക്ക് കണക്കാക്കാൻ കഴിയില്ല. അവിടെ ടക്കുണ്ട്. ടക്ക് നമ്മൾ 1/2 ഇഞ്ച് ടക്കിൻ്റെ നമ്മൾ 1/2 ഇഞ്ച് കുറച്ചിട്ട് എത്രയാണ് കിട്ടിയത്? 5.25. ഈ 7.25 5.25 കുറയ്ക്കണം. ആ കിട്ടുന്നതാണ് നമുക്കിവിടെ കട്ടിങ് ആയിട്ട് വരേണ്ടത്. ഇപ്പോൾ ഇവിടെ നമുക്ക് 7.25 5.25 കുറയ്ക്കുമ്പോൾ 2.5 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ നമ്മൾ 1 ഇഞ്ച്
നമ്മൾ എന്ത് ചെയ്യുവാണ്, തയ്യൽ തുമ്പായിട്ട് കൊടുക്കുകയാണ്. 1 ഇഞ്ച് അല്ലെങ്കിൽ 3/4 ഇഞ്ച് കൊടുത്താൽ മതി. നമ്മളിവിടെ ഒരു 1 ഇഞ്ച് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് 2.5 + 1 ഇഞ്ച് 3.5 ഇഞ്ച് നമുക്ക് എന്ത് കിട്ടും, കട്ടിങ്ങിന് നമുക്ക് തയ്യൽ തുമ്പ് അടക്കം നമുക്ക് കട്ടിങ്ങിൻ്റെ ലെങ്ത്ത് കിട്ടും. അത് നമ്മളിവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ബ്ലൗസിന് തയ്യൽ തുമ്പ് കൊടുത്ത പോലെ തന്നെ കട്ടിങ്ങിന് തയ്യൽ തുമ്പ് വേണ്ടേ, അത് നമ്മളിവിടെ മാർക്ക് ചെയ്തെടുക്കുകയാണ്. അതുപോലെ ഈ ഭാഗത്ത് നമ്മളൊരു 1/2 ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കട്ടിങ് എടുക്കുന്നത്. ഇവിടെയും നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ച് 2 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുത്തിട്ട് തയ്ച്ചു കൊടുക്കാം കേട്ടോ. നമ്മൾ കഴുത്ത് കൃത്യമായിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട്. ലൈനിങ്ങും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ മറ്റൊരു വീഡിയോയിലകത്ത് ചെയ്തിട്ടുണ്ട്. കാരണം എല്ലാ കാര്യങ്ങളും നമുക്ക് എല്ലാ വീഡിയോയിലും വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മൾ ജസ്റ്റ് ഇതും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മൾ കഴുത്ത് കട്ട് ചെയ്ത് നമ്മൾ ലൈനിങ് എല്ലാം വെച്ച് കറക്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പീസിൽ ക്യാൻവാസ് വെച്ച് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ കറക്റ്റ് ഈ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് പതുക്കെ തയ്ച്ചെടുക്കുകയാണ് ചെയ്യണത്. കൃത്യമായിട്ട് നമ്മൾ തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് ഉള്ളിൽ വരുന്ന ഈ ഒരു ഭാഗം, അതായത് ഈ ക്യാൻവാസിൻ്റെ നടുവിൽ വരുന്നില്ലേ, അത് നമുക്ക് കട്ട് ചെയ്ത് കളയണം. അതെങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ ഒരു ഭാഗം അതിൻ്റെ ഉള്ളിലുള്ള പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ കട്ടിങ്ങൾ കൊടുത്തു കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് മറിഞ്ഞു കിട്ടും. നമ്മളിങ്ങനെ ചെറുതായിട്ട് കട്ടിങ്ങുകൾ കൊടുക്കുക. പലരും കട്ട് ചെയ്യാണ്ടൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ഭാഗങ്ങൾ മറച്ചെടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് നമുക്കത് മറിഞ്ഞു കിട്ടൂല. അപ്പോൾ അതിൻ്റെ ഒരു ഫിനിഷിങ് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം നമുക്കിത് തയ്ച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് നോർമൽ ബ്ലൗസ് തയ്ക്കുന്ന പോലെ തന്നെ തയ്ച്ചെടുക്കാം.